അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ബീച്ചിൽ പോവാണ് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ കൂടി എടുക്കാം, അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 2:30 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അവിടെ എത്തിയപ്പോഴേക്കും 5 മണിയായി. ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി തന്നെ സമയമെടുത്തു. അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് നമ്മൾ നേരത്തെ ഇറങ്ങണമായിരുന്നു എന്ന്. അവിടെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. പല സ്ഥലത്തു നിന്ന് വന്ന ആളുകളായിരിക്കാം. ഇപ്പം നമ്മൾ ഉള്ളത് കാസർഗോഡിൽ തന്നെയാണ്, എന്നാലും ഈ ഒരു സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് ആ ഒരു ഏരിയയിലായിട്ടാണെന്ന് തോന്നുന്നു. നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലതായിരുന്നു. ഞാനവിടെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ബ്രദേഴ്സൊക്കെ അവിടെ പോയിട്ടുണ്ട് മുമ്പ്, ഞാൻ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാനും ഉമ്മയൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ കിഡ്സിനായാലും വലിയ ആൾക്കായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ല ബീച്ച് സൈഡ് തന്നെയാണത്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എല്ലാത്തിലൊന്നും കയറിയില്ല. ഞാൻ ബ്രേക്ക് ഡാൻസിലും പിന്നെന്താ 3Dയിലും കയറി. 3D നല്ലതായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്യാഷ് കൊടുത്തതിന് നല്ലൊരു വർത്തായിട്ട് തോന്നിയത് ആ ഒരു 3D ആയിരുന്നു. ഞാൻ ആദ്യം കയറണ്ട എന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ലതായിരുന്നു അത്. ബീച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ബീച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബീച്ചെന്ന് വെച്ചാൽ ആ ഒരു സൈഡിൽ പോയി നിൽക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അത് എനിക്കിഷ്ടമാണ് കേട്ടോ. ബീച്ചിൻ്റെ കരയിൽ പോയി നിൽക്കാൻ എനിക്കിഷ്ടം. എത്ര സമയം വേണേലും അവിടെ ഞാൻ സ്പെൻഡ് ചെയ്യും. ഇവിടെ നല്ല തിരക്കാട്ടോ. ഇവിടെ നിന്ന് സംസാരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ബീച്ചിൻ്റെ കരയിലുള്ളത്. അവരൊക്കെ അങ്ങോട്ട് പോയി. ഞാൻ കുറച്ച് ക്ലിപ്സ് എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല റഷുണ്ട്. നല്ല റഷെന്ന് വെച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല റഷുണ്ട്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്കൈ ഡൈനിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ടത് ആ ഒരു സാധനം കേട്ടോ. മുകളിൽ മുകളിൽ ഒരു സാധനം കണ്ടിട്ട് ഞാൻ ആദ്യം എന്താ ഇത് എന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഉള്ള ബോർഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് സ്കൈ ഡൈനിങ് ആണ്. അങ്ങനെ ഓരോ കുട്ടി കാഴ്ചകളൊക്കെ കണ്ട് മൊത്തത്തിലൊന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല മൊത്തത്തിൽ കിട്ടിയോ എന്നുള്ളത്, എന്നാലും എൻ്റെ പരമാവധി ഞാൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫുഡ് കോർട്ട്, ആ ഒരു ഫുഡിൻ്റെ ഏരിയ ആണ്. ജ്യൂസ്, ഐസ്ക്രീം അങ്ങനെ വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെന്താ സൈക്ലിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ക്ലിമ്പിങ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കിഡ്സിൻ്റെ പാർക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ. ഇവിടെ എൻ്റെ അനിയത്തി ശരിക്കും പറഞ്ഞാൽ അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയത്. അവിടെ പോയി കഴിഞ്ഞ്
അപ്പോഴാണ് ഈ ഒരു ചേട്ടൻ നന്നായിട്ട് തന്നെ അവളെ പറ്റിച്ചു. അവസാനം പാവത്തിന് കരച്ചിൽ വന്നു. ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു കോണ് വലിച്ചെറിയാൻ പോയി. അപ്പോൾ ഈ ചേട്ടൻ തന്നെ വീണ്ടും വിളിച്ചിട്ടത് കൊടുത്തു. പാവത്തിന് കരച്ചിൽ വന്ന് അവസാനം കയ്യിൽ കിട്ടിയപ്പോൾ സന്തോഷമായി കാണും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.